വിശദമായ ന്യൂസ് മിക്സ് വിശേഷങ്ങളിലേക്ക്. നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിന്റെ കരം സ്വീകരിക്കാനുള്ള വിവാദ ഉത്തരവ് സർക്കാർ പിൻവലിക്കില്ല. ഉത്തരവിൽ അപാകതകളുണ്ടോ എന്ന് എജിയോട് നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ഉത്തരവ് പിൻവലിക്കണമെന്ന് സുധീരന്റെ നിർദ്ദേശം തള്ളിയാണ് സർക്കാർ തീരുമാനം. എന്നാൽ സർക്കാർ തീരുമാനം അംഗീകരിക്കില്ലെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ഇക്കാര്യം സുധീരൻ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും അറിയിച്ചു. നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിന് ഭൂനികുതി അടക്കാൻ അനുമതി നൽകുന്ന ഉത്തരവിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ഉത്തരവ് വിവാദമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെയും നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം ഉത്തരവ് പിൻവലിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഉത്തരവിൽ അപാകതയുണ്ടോ എന്നത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയതായും അടൂർ പ്രകാശ് പറഞ്ഞു. ഇറക്കിയിട്ടുള്ള ഉത്തരവിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി എജിയുടെ ഒപ്പീനിയൻ വാങ്ങിക്കൊണ്ട് അടുത്ത ക്യാബിനറ്റിൽ ഇതെന്തു വേണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നതാണ്. റിപ്പോർട്ടുകളെല്ലാം പരിശോധന നടത്തും. ആ റിപ്പോർട്ട് ശരിയോ തെറ്റോ എന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ ഒരു കളക്ടർ റിപ്പോർട്ട് തന്നാൽ അപ്പാടെ സ്വീകരിക്കണം എന്ന നിബന്ധനകളില്ല. കരുണ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ പരിശോധിച്ച ശേഷം സർക്കാർ ഭൂമി അല്ലെങ്കിൽ മാത്രം നികുതി സ്വീകരിച്ചാൽ മതിയെന്ന് ഉത്തരവിലെ 3, 5 ഖണ്ഡികകളിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവ് പിൻവലിക്കണമെന്ന KPCC അധ്യക്ഷൻ VM സുധീരന്റെ നിർദ്ദേശം തള്ളിയാണ് നികുതി സ്വീകരിക്കാമെന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതിനെതിരെ സുധീരൻ വീണ്ടും രംഗത്തെത്തി. ഉന്നതതല യോഗത്തിലെ തീരുമാനം തൃപ്തികരമല്ലെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കിയ സുധീരൻ ഇക്കാര്യം മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും അറിയിച്ചു. 2014 എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്നും അത് തിരിച്ചുപിടിക്കണമെന്നും റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനെതിരെ പോപ്സ് ഗ്രൂപ്പ് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിലും നികുതി സ്വീകരിക്കാനുള്ള ഉത്തരവിൽ സർക്കാർ ഉറച്ചുനിൽക്കുന്നത് സർക്കാരും KPCCയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് ആക്കം കൂട്ടും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ സർക്കാർ വീണ്ടും വെള്ളം ചേർത്തു. നെൽവയൽ നികത്തിയത് ക്രമവൽക്കരിക്കാൻ സമയം നീട്ടി നൽകിയ സർക്കാർ ഉത്തരവിറക്കി. 3 മാസത്തെ കൂടിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം നീട്ടി നൽകിയത്. വൻകിട ഫ്ളാറ്റ് മാഫിയകളെയും റിയൽ എസ്റ്റേറ്റ് ലോബികളെയും സഹായിക്കാനാണ് സർക്കാർ നീക്കം. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. 2008 മുൻപ് നികത്തപ്പെട്ട വയലുകൾ ന്യായവിലയുടെ 25% തുക ഫീസായി അടച്ചാൽ ക്രമവൽക്കരിക്കാമെന്ന് 2015 നവംബറിൽ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. 2016 ഫെബ്രുവരി 27 വരെയായിരുന്നു ഇതിനുള്ള സമയം. നിലം രൂപാന്തരപ്പെടുത്താൻ പാടില്ലെന്ന 2014 സുപ്രീം കോടതി ഉത്തരവ് മറികടന്നാണ് സർക്കാർ നീക്കം. സുപ്രീം കോടതി ഉത്തരവ് മറികടക്കാൻ അപേക്ഷകരിൽ നിന്ന് നിലം എന്നത് രേഖകളിൽ മാറ്റാനാവില്ലെന്ന് എഴുതി വാങ്ങുകയും ചെയ്യും. അതേസമയം ഭൂമി പുരയിടത്തിന് സമാനമായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. സർക്കാർ ഉത്തരവ് വൻകിട ഫ്ളാറ്റ് ലോബികൾക്കും ഭൂമാഫിയകൾക്കും ഒത്താശ ചെയ്തുള്ളതാണെന്ന് വ്യക്തമാവുകയാണ്. ഉത്തരവിറങ്ങി 3 മാസം പിന്നിടുമ്പോൾ ഓരോ ജില്ലയിലും 7000 മുതൽ 10000 വരെ അപേക്ഷകളാണ് കളക്ടറേറ്റുകളിൽ ലഭിച്ചിരിക്കുന്നത്. ഉത്തരവിന്റെ മറവിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ നികത്തിയിരിക്കുന്നത്. പ്രസ്തുത ഭൂമി 2008 മുൻപ് നികത്തിയതാണെന്ന പേരിൽ അപേക്ഷ നൽകി സാധൂകരിക്കാനുള്ള നീക്കവും തകൃതിയാണ്. സാധാരണ കർഷകരെ സംബന്ധിച്ച് 2008 മുൻപ് നികത്തിയ ഭൂമിയാണെങ്കിലും ന്യായവിലയുടെ 25% നൽകി ക്രമപ്പെടുത്താൻ കഴിയില്ലെന്നിരിക്കെയാണ് സർക്കാർ ഉത്തരവ് ചോദ്യചിഹ്നമാകുന്നത്. KG ദിനകർ, തിരുവനന്തപുരം. മല്യയ്ക്ക് പിന്തുണയുമായും വീണ്ടും കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതി മുമ്പാകെ വിജയ് മല്യ നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്ന് അറ്റോർണി ജനറൽ മുകുൾ രോഹ്തഗി. മല്യയ്ക്ക് വേണ്ടി അഭിഭാഷകൻ ഹാജരായാൽ മതിയെന്നും അറ്റോർണി ജനറൽ വ്യക്തമാക്കി. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിങ്ഫിഷർ മുൻ മുഖ്യ സാമ്പത്തിക തലവനെ ചോദ്യം ചെയ്തു. അതേസമയം മല്യയ്ക്ക് എതിരായ ഹൈദരാബാദ് കോടതിയുടെ അറസ്റ്റ് വാറണ്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കും. 900 കോടി രൂപ വായ്പാ കുടിശ്ശിക വരുത്തിയ വിജയ് മല്യ സുപ്രീം കോടതി മുമ്പാകെ നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നാണ് അറ്റോർണി ജനറൽ വ്യക്തമാക്കിയത്. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുഖാന്തരവും രാജ്യസഭാ MP ഔദ്യോഗിക മെയിൽ വഴിയും മല്യയ്ക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഇത് സാധാരണ നടപടിക്രമമാണെന്നും മല്യയ്ക്ക് പകരം കോടതിയിൽ അഭിഭാഷകൻ ഹാജരായാൽ മതിയെന്നും മുകുൾ റോഹ്തഗി വ്യക്തമാക്കി. അതേസമയം മല്യയ്ക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഹൈദരാബാദ് കോടതി നടപടിക്കെതിരെ മല്യയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നടപടി തുടങ്ങി. ഇന്ത്യയിലേക്ക് മല്യ ഇപ്പോൾ മടങ്ങിയെത്തേണ്ട സാഹചര്യമില്ലെന്നും അഭിഭാഷകൻ G. അശോക് റെഡ്ഡി വ്യക്തമാക്കി. ഹൈദരാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിനെ വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ച കേസിലാണ് 13-നകം മല്യയെ ഹാജരാക്കാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നത്. കിങ്ഫിഷർ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യ സാമ്പത്തിക തലവൻ A. രഘുനാഥിനെ ചോദ്യം ചെയ്തു. സുപ്രധാനമായ ചില രേഖകളും എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തതായാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. അടുക്കളത്തോട്ടങ്ങളിലെ അത്ഭുത വിളകളിലൊന്നാണ് സോയാബീൻ.
കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാവുന്ന കൃഷി എന്ന നിലയ്ക്കാണ് സോയാബീൻ കൃഷി ചെയ്യുന്നത്. എന്നാൽ വളരെ കുറച്ച് മാത്രമാണ് സോയാബീൻ നമ്മുടെ നാട്ടിൽ കൃഷി നടത്തുന്നത്. അത്ര സാധാരണയായി നമ്മുടെ തോട്ടങ്ങളിൽ കാണാത്ത വിളയാണ് സോയാബീൻ. എന്നാൽ അടുക്കളത്തോട്ടത്തിന് അനുയോജ്യമായ പയർവർഗ്ഗ വിളകളിലൊന്നാണ് സോയാബീൻ. ധാരാളം പ്രോട്ടീനും മറ്റ് പോഷകങ്ങളും അടങ്ങിയ സോയാബീൻ ദിനംപ്രതി 25 ഗ്രാം കഴിക്കണമെന്നാണ് ആരോഗ്യ സംഘടനയുടെ കണക്ക്. മണൽ കലർന്ന ജൈവാംശമുള്ള മണ്ണാണ് സോയാബീൻ കൃഷിക്ക് അനുയോജ്യം. വാരങ്ങളെടുത്ത് 1 ഇഞ്ച് ആഴത്തിൽ വിത്തിടുകയോ തൈകൾ തയ്യാറാക്കി 20 സെന്റിമീറ്റർ അകലം നൽകി തൈകൾ നടുകയോ ചെയ്യാം. അടിവളമായി ഒരു ചെടിക്ക് 2 കിലോഗ്രാം ജൈവവളവും ചേർത്ത് കൊടുക്കണം. 2 ആഴ്ചയിലെ ഇടവേളകളിൽ ജൈവവളക്കൂട്ടുകൾ ചേർക്കണം. മഴ ലഭിക്കുന്നതുവരെ സ്ഥിരമായി നനയ്ക്കുകയും ചെയ്യണം. കൃഷി ചെയ്ത് 4 മാസത്തിനകം സോയാബീൻ പൂവിട്ട് കായകൾ ലഭിക്കാൻ തുടങ്ങും. മൂപ്പെത്തും മുമ്പ് തന്നെ സോയാബീൻ കായകൾ ഉപയോഗിക്കാൻ കഴിയും. മൂപ്പെത്താത്ത സോയാബീൻ കായകൾ പറിച്ചെടുത്ത് തോരനും ഉപ്പേരിയും ഉണ്ടാക്കാൻ നല്ലതാണ്. സോയാപ്പാലാണ് സോയാബീനിലെ വിലപിടിപ്പുള്ള ഉൽപ്പന്നം. കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സോയാപ്പാൽ ഉത്തമമാണ്. നന്നായി ഉണങ്ങിയ സോയാബീൻ വിത്തുകൾ ഉണക്കി അരച്ചാണ് സോയാപ്പാൽ എടുക്കുന്നത്. വിപണിയിലും നല്ല വില ലഭിക്കും സോയാബീനിന്. ന്യൂസ് ഡെസ്ക്. കേരളത്തിലെ മാതൃകാ കർഷകർക്കായി കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ കതിർ അവാർഡുകൾ വിതരണം ചെയ്തു. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം മാളയിലെ ജോസഫ് പള്ളൻ നേടി. രജനി ജയദേവാണ് മികച്ച ജൈവ കർഷക. മികച്ച പരീക്ഷണാത്മക കർഷകനായി PT ആന്റണി തെരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചി അവന്യൂ സെന്ററിൽ നടന്ന ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ മമ്മൂട്ടി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മെമന്റോയും ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം.